അങ്ങനെ എന്റെ നാട്ടിലെ 3 ദിവസത്തെ അംഗം കഴിഞ്ഞ് കുഞ്ഞുസിനെ ജിപ്പയും വിളിച്ചുകൊണ്ട് ഞാൻ തിരിച്ച് അയർലൻഡിലേക്ക് പോവാണ്. വിഷുവിന്റെ പിറ്റന്നായിരുന്നു ഫ്ലൈറ്റ്. ഞാൻ എപ്പോൾ ലീവിന് വന്നു കഴിഞ്ഞാലും എന്നെ വിളിക്കാൻ വരുന്നതും തിരിച്ചു കൊണ്ടുവിടുന്നതും എമ്മാരാണ്. എന്റെ നാട്ടിലോ വീട്ടിലോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആദ്യം വിളിക്കുന്നത് ഞാൻ എമ്മാരെയാണ്. അന്നും എന്നും എന്റെ കൂടെ കട്ടയ്ക്ക് കൂടെ വയ്ക്കുന്ന ചങ്ക് കൂട്ടുകാരന്മാർ അവരൊക്കെയാണ്. ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് രാത്രി 9 മണിക്കുള്ള എത്തിഹാദ് ഫ്ലൈറ്റിലാണ് നമ്മൾ വന്നത്. എയർപോർട്ടിൽ കയറുന്നതിന് മുമ്പ് ഒരു ചായയും കടിയും അത് നമുക്ക് മസ്റ്റാണ്. ഇത് ട്രിവാൻഡ്രം എയർപോർട്ടിന്റെ വേറെ എൻട്രൻസ് ആണ്. ഇതിന്റെ ഓപ്പോസിറ്റുള്ള ചായക്കടയെന്ന് ചായയും കടിയും കുടിച്ചിട്ടാണ് നമ്മൾ എപ്പോഴും എയർപോർട്ടിന്റെ അകത്ത് കയറുന്നത്. ഏകദേശം 2.5 മാസത്തോളം കുഞ്ഞൂസും ജിപ്പി നാട്ടിലുണ്ടായിരുന്നു. ഇപ്രാവശ്യം തിരിച്ചു പോയപ്പം എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു, കൂട്ടക്കരച്ചിലൊക്കെ ആയിരുന്നു. ഈ ആരെങ്കിലുമൊക്കെ കല്യാണം ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്കും ഭയങ്കര സങ്കടമാവും. എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു വരുന്ന എന്റെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് പ്ലാൻ ചെയ്തതാണ്. പിന്നെ കരച്ചിലൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ഒരു മൂടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അമ്മയ്ക്ക് ചെറിയ ആക്സിഡന്റ് പറ്റി. അമ്മ ബെഡ് റെസ്റ്റിലാണ്. അതും ഒരുപാട് വിഷമമുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു ഇപ്രാവശ്യം ലീവിന് വന്നപ്പോൾ. അമ്മ ഉണ്ടാക്കി തരുന്ന നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി ഹാപ്പി ആയിട്ടാണ് എപ്പോഴും ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകാറ്. പക്ഷെ ഇപ്രാവശ്യത്തെ പോക്ക് അത്ര ഹാപ്പി അല്ലായിരുന്നു. എന്തായാലും വീട്ടിൽ നിന്ന് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാരന്മാർ മാത്രമാണ് എയർപോർട്ടിൽ വന്നത്. അങ്ങനെ 6 മണി കഴിഞ്ഞപ്പോൾ ഞാനും ചിപ്പിയും കുഞ്ഞൂസും കൂടെ എയർപോർട്ടിനുള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഇപ്രാവശ്യം അത്യാവശ്യം നല്ല ലഗേജ് ഉണ്ടായിരുന്നു കൊണ്ടുപോകാൻ വേണ്ടി. നമ്മൾ കൂടുതലും വാങ്ങിയത് മസാല ഐറ്റംസും പാത്രങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ അയർലൻഡിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അങ്ങനെ നാട്ടിലെ 3 ദിവസത്തെ പ്രകസനം അംഗമൊക്കെ കഴിഞ്ഞതാ തിരിച്ച് അയർലൻഡിലേക്ക് പോവാണ്. ഈ വർഷം നാട്ടിൽ ഞാൻ 2 പ്രാവശ്യം വന്നു. 2 പ്രാവശ്യം വന്നു പോയതിന്റെ ക്ഷീണം തീർക്കണമെങ്കിൽ 2 വർഷം ഇനി പണിയെടുക്കണം. മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള ഏകദേശം എല്ലാ പ്രവാസികളുടെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും. നാട്ടിൽ ലീവിന് വരുമ്പോൾ നല്ല കട്ട BGM ഒക്കെ ഇട്ട് വരും. തിരിച്ച് കടം മേടിച്ചിട്ടായിരിക്കും പോവാ എല്ലാവരും. സത്യം പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ് നമ്മളെ അവസ്ഥ. പണം പോയിട്ട് പവർ വരട്ടെ എന്നുള്ള മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ പ്രകസനത്തിനൊന്നും ഒരു കുറവുമില്ല. ആരൊക്കെ പണ്ട് പറഞ്ഞിട്ടുള്ള പോലെ പട്ടിപ്പണിയെടുക്കുക, രാജാവിനെ പോലെ ജീവിക്കുക. ഇരിക്കണ പിന്നെ നാളെ നമ്മൾ തട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കുറ്റബോധം വന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ എമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് വന്നപ്പം ചെറിയൊരു വിശപ്പടിച്ച്. പിന്നെ നമ്മളെല്ലാവരും കൂടി എയർപോർട്ടിനകത്തുള്ള മലബാർ എക്സ്പ്രസ്സിൽ കയറി. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് എയർപോർട്ടിനകത്ത് കയറി ഫുഡ് കഴിക്കുന്നത്. 2 സെറ്റ് ഇഡ്ഡലിയും 2 ചായയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. എല്ലാം കൂടി 620 രൂപയായി. എയർപോർട്ടിനകത്തൊക്കെ ഭയങ്കര കത്തി റേറ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് കയറി കഴിച്ചത്. എന്തായാലും ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. നാട്ടിൽ നിന്ന് ലീവ് കഴിഞ്ഞ് വരുമ്പം എനിക്ക് സീറ്റ്സ് ഒന്നും വേണ്ട, ഒരു പാക്കറ്റ് സിഗരറ്റ് മതി എന്നാണ് എൻ്റെ ഹെഡ് ഷെഫ് പറഞ്ഞത്. പോളണ്ടുകാരിയാണ് എൻ്റെ ഹെഡ് ഷെഫ്. പുള്ളിക്കാരിക്ക് ഒരു പാക്കറ്റ് സിഗരറ്റ് മേടിച്ചു. ഡ്യൂട്ടി ഫ്രീ കയറി. 9 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. 8 മണി കഴിഞ്ഞപ്പോൾ തന്നെ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്ത്. ഫസ്റ്റ് ഫ്ലൈറ്റ് ട്രിവാൻഡ്രം ടു അബുദാബിയാണ്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡ് വന്നു. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും പിന്നെ എത്തിഹാദിന്റെ സിഗ്നേച്ചർ ഡിഷായ കടല പുഴുങ്ങിയതും പാൽപ്പായസം ഉണ്ടായിരുന്നു. അബുദാബിയിൽ ഇറങ്ങി ഒരുപാട് വെയിറ്റ് ടൈമൊന്നും ഇല്ലായിരുന്നു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത ഫ്ലൈറ്റ് കിട്ടി. വിൻഡോ സീറ്റ് ആണെന്ന് പേരേ ഉള്ളൂ. പക്ഷേ ഫ്രണ്ടിലുള്ള സീറ്റ് മടക്കി വെക്കണം പുറത്ത് കാണണമെങ്കിൽ. അങ്ങനെ അബുദാബിന്ന് ഡബ്ലിൻ വരെയുള്ള നീണ്ട 8 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഡബ്ലിൻ എയർപോർട്ടിൽ എത്തി. അത്യാവശ്യം നല്ല ടയർഡായി നമ്മളെല്ലാവരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.